ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാല് തിളച്ച് തോന്നുന്ന സമയത്ത് ക്യാമറാമാനെ ഓടിച്ചിട്ട് പിടിച്ചതാ ഇത്രയൊന്നും എടുത്ത് തന്നിട്ടുണ്ട്. ഒത്തിരി പണികളൊക്കെ കിടക്കുക. നമ്മൾ അടുത്ത ദിവസമാണല്ലോ ഫംഗ്ഷൻ തീരുമാനിച്ചേക്കുന്നത്. ഇത് രണ്ട് ദിവസമല്ല നടക്കുന്നത്. അതിൻ്റെ കുറച്ച് തിരക്കൊക്കെയാണ്. ആദ്യത്തെ ദിവസത്തെ കുറച്ച് വീഡിയോ മാത്രമേ ഉള്ളൂ. വിളക്ക് കത്തിച്ച് കയറുന്നൊന്നുമില്ല കേട്ടോ, ക്ഷമിക്കണേ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഈ പാറപ്പുറത്തിട്ട് ഉരയ്ക്കുന്ന പോലത്തെ സൗണ്ട് ഇതാരാന്നൊക്കെ. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ തന്നെയാ. കാറലും കൂവലും മഴയത്തുള്ള ഓടി നടപ്പിലും എല്ലാം കേട്ട് പനി ഒച്ചടപ്പും ഒക്കെയാണേ. അപ്പോൾ ഒന്ന് ക്ഷമിക്കേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി ഈ വീഡിയോ ഇടാൻ താമസിച്ചാൽ ചോദിച്ചിരിക്കുന്നവർക്ക് ഒരു രസം കാണുമല്ലോ പിന്നെ കാണാനേ. കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാകാൻ പറയുവാണേ. ഇത് അനിയത്തിയുടെ വീടിൻ്റെ പാലുകാച്ചലാണേ. ഡോക്ടർ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസമായിരുന്നു. കഴിപ്പും കുളിപ്പും കിടപ്പും എല്ലാം. ആദ്യം തന്നെ കുറച്ച് പേരോട് ക്ഷമയും ചോദിക്കാനുണ്ട്. വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും കുറച്ച് പേരെയൊക്കെ വിളിക്കാനൊക്കെ മറന്നുപോയി. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ തീ കത്തിച്ച് കയറുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ പരിപാടികളൊന്നും വെക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോഴെല്ലാവരും പറഞ്ഞ് ഇത്രയും വലിയൊരു അനുഗ്രഹം ദൈവം തന്നിട്ട് നമുക്ക് ചെറിയ തോതിലേലും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നത്. പച്ച ചുരിദാറിട്ട് നിൽക്കുന്ന ചിറ്റ എന്നെ കുഞ്ഞിനെ വളർത്തിയത് കേട്ടോ. ഞങ്ങൾ 3 പെൺപിള്ളേരല്ലായിരുന്നു. ഇതാ ഒരുത്തി മുങ്ങാൻ തുടങ്ങുന്നു. എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ലല്ലോ ക്യാമറയിൽ വരുന്നതേ. പോണോ ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് ഹായ് പറ. പറഞ്ഞ പോലെ ഒരു എല്ലാവരെയും ഒന്നും പരിചയപ്പെടുത്തലൊന്നും നടക്കത്തില്ല. ആരെയും ക്യാമറയുടെ മുന്നിലോട്ട് വരത്തില്ല കേട്ടോ. ഒത്തിരി മാറി പോകുന്നുണ്ട്. പിന്നെ ഇവളെ എല്ലാവർക്കും അറിയാമല്ലോ, ജിഷിയോട് ഞാൻ പറഞ്ഞു നമുക്ക് വൈകിട്ട് നമ്മുടെയായ രീതിയിലൊന്ന് അടിച്ചു പൊളിക്കണം, വൈകുന്നേരം നീ പോകാവുള്ളെന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയേക്കുക. ഇത് അമ്മയുടെ ചേട്ടത്തിയാണ്. അമ്മയെ ഞാൻ മാനസികമായിട്ട് തകർത്തോണ്ടിരിക്കുക. മുടിയൊക്കെ നരച്ച കാര്യമാണ്. അമ്മയ്ക്കൊക്കെ 25 വർഷമായിട്ട് ഹോട്ടലാണേ. അവിടുന്ന് ധൃതി വെച്ചുള്ള വരവല്ലേ. പട്ടിക്കുട്ടി ഉണ്ടാകും. എമ്മ ചേച്ചി, ഞാനും ദീപായും ജിഷിതയൊക്കെ തമ്മിൽ ഭയങ്കര ഗൂഢാലോചനയാണ് കേട്ടോ ഗൈസ്, ആരും കേൾക്കണ്ട. എല്ലാവരും എന്നെ ഇട്ട് വാരുന്നുണ്ട്. ഇത് അവനും ചോദിക്കുന്നു ഇന്നുമായിട്ട് വൈറലാക്കുമോ എന്ന്. അത് അമ്മയുടെ ചേട്ടത്തിയുടെ മോനാണ്. എന്നെ കഴിഞ്ഞ് 1 വയസ്സിന് ഇളയത് അവന്. അമ്മൂസിന്റെ ഫ്രണ്ട്സ് ഇവരൊക്കെ പിന്നെ എൻ്റെ മുന്നേ ഒരു വീഡിയോയ്ക്കകത്തും ഉണ്ടായിരുന്നു. രശ്മി ഞാനൊക്കെ റീൽസ് ഭ്രാന്തികൾ, അതുകൊണ്ട് അതിൻ്റെ ചർച്ചയാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പറയട്ടെ, രാവിലത്തെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിക്കാൻ കയറിയത് ഇവരെല്ലാം ചോദിച്ചു ഇതെന്താ. ഞാൻ പറഞ്ഞു ഞാൻ ചെക്കൻ്റെ ആൾക്കാരാ, അതുകൊണ്ട് കഴിക്കാൻ കയറിയതാന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് പോയി. യാത്രയായപ്പോൾ ഒരാളെ അങ്ങോട്ട് വിടുമ്പോൾ അടുത്ത ആൾ വരും. വഴി അറിയത്തില്ലാത്തതുകൊണ്ട് കുറച്ച് പാടുണ്ടായിരുന്നു എല്ലാവർക്കും കയറി വരാം. വഴിയൊക്കെ കാണിച്ചൊരു വീഡിയോ നമുക്ക് ചെയ്യണം. അതെ, അവൻ പറഞ്ഞ് ശരി കേട്ടോ. 10 വർഷം കൂടിയാണ് ഞാൻ ഇവരെയൊക്കെ കാണുന്നതേ. പശുവിനെ വളർത്ത് നമ്മൾ 5 വർഷത്തോളം പശു ഫാമായിട്ട് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ എങ്ങും പോക്കില്ലായിരുന്നു, ആരെ കാണലും ഇല്ലായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ എങ്ങോട്ടേലൊക്കെ ഇങ്ങനെ പോകുന്നത് ഇത്ര സന്തോഷിച്ച് നടക്കുന്നതൊക്കെ. നേരത്തെ മക്കൾ രണ്ടും എപ്പോഴും പറയുമായിരുന്നു, എവിടെയെങ്കിലും പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ രാവിലെ പശുവിനെ കറക്കണം, വൈകിട്ട് പശുവിനെ കറക്കണമെന്ന് പറഞ്ഞ് എങ്ങും ഞങ്ങളെ വിടത്തു പോലും ഇല്ല എന്നൊക്കെ പറയായിരുന്നു. അമ്മയുടെ ഇളയ ആങ്ങളെയും അമ്മയും മക്കളുമാണേ.
ഇതിന് മുന്നിൽ ഒരാളോടുണ്ട് മോനമ്മായി മരിച്ചുപോയി. അമ്മയും മോനും മലബാറിലുള്ള കണ്ണൂരിലുള്ള, അതുപോലെ തന്നെ അമ്മയുടെ മൂത്ത ചേട്ടത്തിയും മലബാറിലുള്ള. അച്ഛയ്ക്ക് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുവായതുകൊണ്ട് എല്ലാവരൊക്കെ കാണേണ്ടത്. വിസ്മയിച്ച് എപ്പോഴും എന്നോട് പറയും എടുക്കുമ്പോൾ അപ്പം തന്നെ ഇങ്ങനെ പറഞ്ഞു പോകും, പിന്നെ റെക്കോർഡിന് വെക്കലെന്നത്. ഇപ്പം അനുഭവത്തെ വന്ന് അതിന് പണി എനിക്ക് കിട്ടുകയും ചെയ്തു. എന്ത് ബുദ്ധിമുട്ടിയായിരുന്നു കേട്ടോ. ഈ സൗണ്ട് കേട്ടിട്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകുമെന്ന് എൻ്റെ പേടി. ഇപ്പോൾ വണ്ടി പോയി നല്ല ചള്ളയായതിന് ആശ ചേച്ചിയുടെ മുറ്റത്തൂടെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുക. പ്രസൻറ്റേഷനൊക്കെ സമാധാനത്തോടെ ഇരുന്ന് പൊട്ടിക്കാനായിട്ടൊക്കെ ഇരുന്നത് പക്ഷേ ഈ ചെറുതുങ്ങളെല്ലാം 4 വഴിക്കൂടെ എല്ലാം ഇതാക്കി. ഇനിയും കുറേ കാര്യങ്ങൾ വൈകിട്ട് എല്ലാവരുടെ കൂടി കുറച്ച് കണ്ണുകെട്ടിക്കളിയും ഡാൻസ് കളിയൊക്കെ ഉണ്ട്. ആ വീഡിയോയും പിന്നെ നമ്മുടെ പിറ്റേ ദിവസത്തെ ആഴ്ച വറക്കലും പന്തലൊക്കെ പാത്രം കഴുക്കലും ഒക്കെ ഉണ്ട്. അത് അടുത്ത വീഡിയോ ചെയ്യാവേ. മൊത്തത്തിൽ എല്ലാവരും ഇങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി വിളിക്കാൻ മറന്നുപോയവരോട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ വന്നവരോട് ഒരുപാട് നന്ദി. ഞങ്ങൾ തലേദിവസം പോലും വന്ന് വിളിച്ചിട്ട് എല്ലാവരും വന്ന് വിളിച്ചവരെല്ലാം വന്ന് സഹകരിച്ചു. എല്ലാവർക്കും ഒരുപാട് നന്ദി. പാലുകാച്ചൽ നിന്ന് ആദ്യം കൈനീട്ടമൊക്കെ കൊടുക്കുന്ന അപ്പായിയാണ്. അപ്പായി മേടിച്ചു കൊടുത്താണ് ആ സെറ്റ്. അപ്പായി എന്ന് പറയുന്നത് അച്ഛൻ്റെ കാര്യമാണ് പറയുന്നത്. ഞങ്ങളുടെ അച്ഛനാണ് അവൾക്ക് ആദ്യം കൈനീട്ടം വെക്കുന്നത്. ഇതിൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. വന്നവരുടെ എല്ലാവരുടെയും ഒന്നും എടുത്തില്ല. എല്ലാവർക്കും ഇഷ്ടമാണോ നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് പേരുടെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ പറക്കിക്കൊണ്ട് വരുന്ന അല്ലാതെ സ്റ്റൗവായിട്ട്, കട്ടിലായിട്ട്, സ്റ്റാൻഡായിട്ട്, വാഷിംഗ് മെഷീനായിട്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയത്തില്ല. അങ്ങനെയൊക്കെ ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറി താമസം വിളിച്ചവർ തന്നെ ഓരോന്ന് ഞങ്ങൾ ഇന്നത് മേടിച്ചേക്കാം അത് മേടിച്ചേക്കലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മഴയും കാലാവസ്ഥയായിട്ട് പോലും നമ്മൾ തലേദിവസം ചെന്ന് വിളിച്ചിട്ടും ഇവരൊക്കെ വന്ന് ഇത്രയും സഹകരിച്ചില്ല. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ തന്ന ദൈവത്തിനോട് ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ മേടിച്ചിട്ട് എനിക്ക് ഇപ്പോഴും സങ്കടം വരുന്നു പറയുമ്പോൾ. മേടിച്ചിട്ടേലും അതിലേക്കൊന്ന് എത്തിപ്പെടാൻ ഒരുപാട് സമയം എടുത്തു കേട്ടോ. എന്നാലും എത്ര ഭംഗിയായി എത്ര സന്തോഷമായിട്ട് ഈ കാര്യം നടന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചതിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തി തന്നു. സത്യം പറയാലോ, തലേദിവസത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നവരില്ലേ സാധനം പറക്കാൻ ഉണ്ടായിരുന്ന റൂബിനും ജിൻസും ഒക്കെ, അവരെയൊക്കെ പോലും ഞങ്ങൾ വിളിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ്. പെട്ടെന്നുള്ള ഒരു തീരുമാനവുമായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഹോട്ടലും അല്ലേ, അത് അടച്ചിട്ടിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഓർത്ത് വേണ്ട, നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമല്ലേ. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ ഓർക്കുന്നവർ ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് വിടും, ഇന്നാളെ വിളിച്ചു, അങ്ങനെയൊക്കെ ഓർപ്പിച്ചാണ് വിളിച്ചതുമൊക്കെ. പക്ഷെ എന്നാലും മെയിൻ കുറേ പേരെ നമ്മൾ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും ക്ഷമ പറയുന്നതിൽ അർത്ഥമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ. അപ്പോൾ ബൈ. അത് ഞാൻ മാറ്റിക്കോളാം.